കേരളത്തിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട മഴക്കാലമാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, അതായത് കാലവർഷം. കാലവർഷം എന്ന് മലയാളത്തിൽ പറയുന്ന ഈ മഴ സീസണിന്റെ യഥാർത്ഥത്തിൽ ആരാണ് പേരിട്ടത്, എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് അറിയാമോ? തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് പേരിട്ടത് കേരളത്തിൽ വന്നുപോയിരുന്ന അറബികളാണെന്നാണ് കഥയുള്ളത്. അതായത് കേരളത്തിൽ ഈ മൺസൂൺ കാലാവസ്ഥ നന്നായാൽ കാർഷിക മേഖലയിൽ നല്ല വിളവെടുപ്പ് നടക്കും. സ്വാഭാവികമായും കച്ചവടവും കുതിക്കും. പണ്ട് കേരളത്തിലേക്ക് കച്ചവടത്തിന് അറബികൾക്ക് ഈ സീസൺ നോക്കി എത്താറുണ്ട്. ആ സമയത്ത് അറബികൾ സീസൺ തുടങ്ങിയെന്നാണ് പറയാറുള്ളത്. അറബിയിൽ സീസൺ എന്നതിന് മൗസിം എന്നൊരു വാക്കുകൂടിയുണ്ട്. അങ്ങനെ മൗസിം എന്ന വാക്ക് പല രാജ്യക്കാരുടെ ഭാഷകളിലൂടെ സഞ്ചരിച്ച് മൺസൂൺ എന്നായി മാറിയെന്നാണ് പറയുന്നത്. പിന്നീട് മലയാളികളും ക്രമേണ ആ പേരിനെ ഏറ്റെടുത്തു. ഇപ്പോൾ സീസൺ എന്നല്ല, മൺസൂൺ എന്ന വാക്കിനർത്ഥം കാലവർഷം എന്നാണ്. കാലവർഷം എന്നാൽ സ്കൂൾ തുറക്കുന്ന ദിവസം പെയ്യുന്ന മഴ എന്നാണ് നാം ലളിതമായി മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് ഇടവത്തിന്റെ പാതിയിൽ അഥവാ തെക്കു പടിഞ്ഞാറൻ കാലവർഷം സാധാരണ ജൂൺ മാസം മുതൽ സെപ്റ്റംബർ വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിൽ നിന്നും വീശിയടിക്കുന്ന കനത്ത കാറ്റാണ് ഈ മഴയുടെ പ്രധാന കാരണക്കാരൻ. ഈ കാറ്റ് ഒപ്പം കൊണ്ടുവരുന്ന ഈർപ്പഭാരം പശ്ചിമഘട്ട മലനിരകളിൽ തട്ടുകയും അവിടെ നിന്ന് ക്രമേണ ആകാശത്തേക്ക് കൂടുതൽ ഉയരുകയും ചെയ്യും. അതിന്റെ ഫലമായി ഈർപ്പം കൂടുതൽ തണുക്കുകയും മഴയായി പെയ്യുകയും ചെയ്യുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ തിബറ്റൻ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ മേഖലയിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ മേഖലയിലേക്കുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തെക്കുഭാഗത്തെ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നുള്ള വായുവിന്റെ സഞ്ചാരമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലാണ് ആദ്യം വന്നുചേരുക. ആയതിനാൽ ഈ ഘട്ടത്തിൽ എല്ലാവരും കേരളത്തിലെ കാലാവസ്ഥ കൃത്യമായി പരിശോധിക്കുന്നത് പതിവാണ്. കേരളത്തിൽ നിന്ന് പശ്ചിമഘട്ട നിരയിലേക്കുള്ള ഉത്തരേന്ത്യയിലേക്കും മൺസൂൺ എത്തും. മാത്രമല്ല കടലിലൂടെ തന്നെ വടക്ക് കിഴക്കൻ മേഖലയിലേക്കും മഴമേഘങ്ങൾ സഞ്ചരിച്ചെത്തുന്ന പ്രതിഭാസം കൂടിയാണിത്. ഇതോടൊപ്പം മൺസൂൺ അറബിക്കടലിൽ നിന്ന് മഹാരാഷ്ട്ര അടക്കമുള്ള മേഖലയിലേക്ക് കടന്നെത്തുന്നുണ്ട്. നിലവിലെ കാലാവസ്ഥയനുസരിച്ച് മൺസൂൺ ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ചെത്തി തിരിച്ചെത്തുമ്പോഴും ഏതാണ്ട് 2 മാസം എടുക്കുമെന്നാണ് പറയുന്നത്. ജൂൺ ആദ്യവാരത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിലാകെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സജീവമായിരിക്കും. ജൂൺ 5 മുതൽ 10 തീയതി വരെയോടെയാണ് മുംബൈ മേഖലയിലേക്ക് കാലവർഷം കടക്കുന്നത്. എന്നാൽ രാജസ്ഥാന്റെയും ഹരിയാനയുടെയുമെല്ലാം വടക്കു പടിഞ്ഞാറൻ മേഖലയിലേക്ക് മൺസൂൺ എത്താൻ ഓഗസ്റ്റ് മാസം വരെ കാത്തിരിക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.